ഇതാണ് ഞങ്ങൾ താമസിച്ച വീട്. ഇത് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ വടിയായി. അപ്പൊ പിന്നെ അകത്ത് കയറിയാലോ. എനിക്ക് അങ്ങോട്ട് പോകും. ആരെങ്കിലും അങ്ങോട്ട് പോവോ? ആരെങ്കിലും അങ്ങോട്ട് പോവോ? ദേ ഈ റൂമിലാണ് ഞാൻ കിടന്നത്. ഹലോ ഹലോ ആരുമില്ല ആരുമില്ല. ഇവിടെ രാത്രി കിടക്കാൻ പറ്റൂല. ഈ മരമായിരുന്നു രാത്രി റൂമിൽ നിന്ന് എന്റെ വ്യൂ. സത്യം പറയാലോ ഗൈസ്, എനിക്ക് നല്ല പേടിയായിരുന്നു രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ. എൻ്റെ ഈ ടെൻഷനൊക്കെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് കിളിയാണ് രാത്രി എൻ്റെ കൂടെ കിടന്നത്. അങ്ങനെ റൂം ടൂർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഷൂ ഒക്കെ ഇട്ട് റെഡിയായി. എന്തിനാന്നല്ലേ, ഒരു ഹൈക്കിന് പോവാൻ. പേരൊക്കെ കേട്ടപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി ഒരു ചെറിയ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായി. ഇതാണ് ആ സ്ഥലം, കപ്പ് ആൻഡ് സോസർ ട്രെയിൽ. ഇവിടെ എത്തിയപ്പോ ചെറുതായി വഴിയൊക്കെ കണ്ടുപിടിക്കാൻ ഒന്ന് ബുദ്ധിമുട്ടി. പിന്നെ ഇങ്ങനെ അങ്ങ് പോയാ പോരെ? എന്തിനാ എത്ര കറങ്ങി ഇങ്ങനെ അങ്ങ് പോയാ പോരെ? നീ അങ്ങനെ നോക്കോ, ഞങ്ങളിങ്ങനെ പോകും. ഇത് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഹൈക്കാണ്. അത് കാനഡയെ വെച്ച് തന്നെ ഫസ്റ്റ് ടൈം നടത്തി ഞാൻ. ട്രാവലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചിലപ്പോൾ പൈസയൊന്നും ഇല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഓടിച്ചാടി ഞാൻ ഇറങ്ങാറുണ്ട് കേട്ടോ. കപ്പ് ആൻഡ് സോസർ ട്രെയിലിൽ നിന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരു ക്ലിഫ് സൈഡൊക്കെയാണ് കണ്ടത്. നോർമൽ റൂട്ട് ഒരു 2.5 കിലോമീറ്റർ നടക്കാനുണ്ട്. പിന്നെ പോകുന്ന വഴി ഇതുപോലെ കല്ലും മുള്ളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ്. എൻജോയ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ജോളി ആയിട്ട് നടക്കാം. സത്യം പറഞ്ഞാൽ ഈ ഹൈക്കിന് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിരുന്നു. ഒരാഴ്ച മുമ്പ് ഞാൻ ശരിക്കും നടക്കാൻ തുടങ്ങിയിരുന്നു. അല്ലെങ്കിൽ ഈ ഹൈക്ക് ഞാൻ ശരിക്കും ചത്തുപോയേനെ. ഈ ട്രെയിലിൽ കൂടെയൊക്കെ നടന്നപ്പോൾ താഴെ തന്നെ നോക്കി നടക്കേണ്ടി വന്നു. മുകളിലേക്കൊന്നും നോക്കി ശരിക്കും ആ വ്യൂ ഒന്നും കറക്റ്റ് എൻജോയ് ചെയ്യാനൊന്നും ശരിക്കും പറ്റിയില്ല. താഴെ നോക്കി നടന്നില്ലെങ്കിൽ തലയും കുത്തി താഴെ കിടക്കും. അതുകൊണ്ട് നേരെ കല്ലുണ്ടോ മുള്ളുണ്ടോ എന്നൊക്കെ നോക്കിയാണ് നടന്നത്. പക്ഷേ ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ മുകളിലേക്കൊക്കെ ഒന്ന് നോക്കിയിരുന്നു. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ശരിക്കും നല്ല വലിയ വലിയ മരങ്ങളും. ഈ മരത്തിന് എന്താ പറയുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു ഈ ഒരു മൊമെൻ്റൊക്കെ. ഈ കാണുന്ന കല്ലൊക്കെ ആൾക്കാർ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. അവരോരോ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അടുക്കി വെക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ സൂപ്പർസ്റ്റിഷൻസ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു റിസ്ക് പിടിച്ച റൂട്ടിലെത്തി. ആ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ കയറണമായിരുന്നു. കഷ്ടപ്പെട്ടാണെങ്കിലും കയറി. പക്ഷെ ഒരു രസമുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴായിരുന്നു കേട്ടോ കുറച്ചും കൂടി ബുദ്ധിമുട്ട്. പേടിച്ചാണ് കുറച്ച് ഇറങ്ങിയത് ഈ സ്റ്റെപ്പൊക്കെ. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഒക്കെ എടുത്തത് എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ താഴെ നോക്കിയാൽ നടന്നത്, ശരിക്കും മുകളിലേക്കുള്ള വ്യൂ എന്താണെന്ന് അറിയാനും കൂടിയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. പക്ഷെ നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു നല്ല മെമ്മറീസ് ഫില്ലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ഇതിന് കപ്പ് ആൻഡ് സോസർ എന്ന പേര് വന്നതെന്നാണ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടും എനിക്ക് വലിയ കാര്യമായിട്ടങ്ങ് പിടി കിട്ടിയില്ല. എന്തായാലും നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ദൂരെ ഒരു ലേക്ക് കാണാം കേട്ടോ. ആ ലേക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല ബ്ലൂ കളറിൽ ഉള്ള വെള്ളമായിരുന്നു നമ്മൾ നേരെ കണ്ടത്. പിന്നെ ഈ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ഫോൾ സീസൺ ആണെങ്കിൽ ഇവിടെ പിന്നെയും കാണാൻ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇപ്പം ഈ മരങ്ങൾക്കൊക്കെ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൻഡ് എല്ലാം ഒരു ഗ്രീൻ കളറാണ്. അതുകൊണ്ട് തന്നെ ഫുൾ പച്ചപ്പ. പക്ഷേ ഫോൾ ആകുമ്പോൾ പല കളേഴ്സ് ആയിരിക്കും ഈ മരങ്ങൾക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ വേറൊരു വ്യൂ പോയിന്റിലെത്തിട്ടോ. ഇവിടെ നിന്നും ആ ഒരു ലേക്ക് നമുക്ക് കാണാം. അത് എന്ത് ലേക്കാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ് ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ. പച്ചപ്പും ഹരിതാപവും
ഞാൻ വന്നെന്നുള്ളതിന് തെളിവാണ്. ഓക്കെ, അയ്യോ എടി പോവല്ലേ. ഞാൻ വന്നെന്നുള്ളതിന് തെളിവാണ്. വന്നിക്ക് ബാക്കി നിൽക്കും. Chasing waterfall, all of the times I've been there, times I came through. I'd meet you anywhere if it brought me closer to you. Distance is killing me. ശരിയാ. ഹലോ ഗൈസ്, ഇതാണ് കപ്പ്. ഇതാണ് തോന്നുന്നു കപ്പ്. കപ്പിലെത്തിരിക്കുകയാണ്. സോസർ ഏതാ? 2 കിലോമീറ്റർ നടന്ന് നമ്മൾ കപ്പിലെത്തിരിക്കുകയാണ്. ഇത് എവിടേക്കോ പോകുന്നു. കുട്ടിക്ക് വീഡിയോ എടുക്കാറില്ല, കുറെ നാളായി എക്സ്പീരിയൻസ്. ഇവൾക്ക് വ്ലോഗ് ചെയ്യാൻ അറിയില്ല ഗൈസ്. മുന്നിൽ നിന്നിട്ട് വ്ലോഗ് ചെയ്യും. ഇതാണ് ഗൈസ് കപ്പൻ സോസർ. അവിടെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു വെള്ളം ഇങ്ങനെ നടക്കുള്ളൂ. സോസറിന്റെ ഷേപ്പിൽ കിടപ്പുണ്ട്. അതാണ് സോസർ. ഇനി നമുക്ക് കപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പുറകിലോട്ട് നോക്കണം. നോക്കുമ്പോൾ ഒരു കപ്പിന്റെ ഷേപ്പിൽ കാണും. എക്സാക്റ്റ് കപ്പൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ ഒരു കപ്പ് പോലെ ഇരിക്കും. ഇതിനാണ് നമ്മൾ കപ്പൻ സോസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ബാക്കി ബാക്കി ടീംസ് ഒക്കെ എന്റെ കൂടെ തന്നെയുണ്ട്. രാധിക, സേ ഹായ്. ഞങ്ങളുടെ മെയിൻ വ്ളോഗർ കണ്ണാപ്പി ഇതോ കയറി പോകുന്നത്. സോണിയജി ഹായ്. അപ്പൊ നടക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ തിരിച്ചു കടന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് ആൻഡ് സോസർ ട്രെയിലിൽ ഫോളിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. കുറച്ചും കൂടി നല്ല വ്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ തിരിച്ചു പോകുന്ന വഴി ഈ ഒരു കടയിൽ കയറി ഞങ്ങൾ രാത്രി ഡിന്നറിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയായിരുന്നു അത്. ഇനി ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്തിനെ പറ്റി ഒരു 1% പോലും എക്സ്പെക്ടേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതേതാ സ്ഥലം എന്നല്ലേ? ഞങ്ങളിപ്പോൾ എത്തിയത് ബ്രൈഡൽ വെയിൽ ഫോൾസ്. ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വാട്ടർഫോൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഓ ഗൈസ്, ഈ ഒരു വാട്ടർഫോള് ഭയങ്കര അണ്ടർ റേറ്റഡും ഭയങ്കര അൺപോപ്പുലറുമാണ്. എനിക്ക് തോന്നുന്നു ഇതാരും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഞങ്ങൾ ഫോട്ടോയിൽ കണ്ട പോലത്തെ ഒരു വ്യൂ അല്ല അവിടെ പോയപ്പോൾ കണ്ടത്. 2 സൈഡിലും വെള്ളച്ചാട്ടം, ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഒരു വലിയ വെള്ളച്ചാട്ടം. ഭയങ്കര വാട്ടറിനൊക്കെ ഭയങ്കര ഫോഴ്സ്, ആ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ചാടണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി വരാമെന്ന് വരെ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് ഞങ്ങൾ താഴെ പോയപ്പോൾ അതിലും വലിയ കിടിലം വ്യൂ, ഒരു രക്ഷയില്ല ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും മാനിറ്റോണിയൻ ഐലൻഡിലുള്ള ഈ ഒരു വാട്ടർഫോൾസിൽ എന്തായാലും വരണം. ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്നാണ് ഈ വാട്ടർഫോൾസിൻ്റെ പേര്. ഞങ്ങളങ്ങനെ വെള്ളമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. അപ്പോൾ ഇറ്റ് വാസ് ദ പെർഫെക്റ്റ് ടൈം, ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാം എന്നുള്ള നല്ലൊരു ടൈമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വരാമെന്ന് വിചാരിച്ചു. ഞാൻ ഒഴുകി പോകട്ടെ, ഞാൻ ഇറങ്ങി. ഞാൻ ഇറങ്ങുമൊക്കെ ചെയ്യും, പക്ഷെ അങ്ങനെ ഭയങ്കര നനയില്ല. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ പോകുകയാണ്. ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ തണുപ്പിച്ചിരി കൂടിയോന്നൊരു ഡൗട്ട്. വെള്ളത്തിനും നല്ലൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട്. Chasing waterfall. Oh, you got me.
chasing waterfalls. All of the times I've been there, times I've been through. തണുത്ത് വിറച്ചു, ഞങ്ങൾ കുളിച്ചു, മിസ്സായി. ഓക്കെ ബൈ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഞങ്ങളെല്ലാവരും ഡിന്നർ പ്രിപ്പറേഷനിലേക്ക് കടന്നു. ഞങ്ങൾക്ക് അവിടെ ഗ്രില്ലുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചു. In the valley, I hope it's losing its hold. You know the other girls will love you like I do. Can't afford to give up on you. അങ്ങനെ കുറച്ചേരം പാട്ടൊക്കെ കേട്ട് സംസാരിച്ച് ഞങ്ങളെല്ലാവരും ജസ്റ്റ് ചില്ല് ചെയ്ത് രാത്രി കുറച്ചേരം ഇരുന്നു. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ. I wanna treat You were like, hello, hello, hello. And I was like, oh no, oh no, oh no. I'm used to flying solo, solo, solo. I'm in trouble now, I'm in trouble now. Now I'm singing like, oh la 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 la.